ഹായ് എല്ലാവർക്കും രേഖാസ് കിച്ചൺ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അയിലക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് പോകാം. കറി വെക്കാനായിട്ട് ഒരു 8 അയില എടുത്തിട്ട് കഴുകി ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ എന്താണെന്നൊക്കെ നോക്കാട്ടെ. അപ്പോൾ അതേ കുടപ്പുളി 2 കുടം കുടപ്പുളി ചീന്തി ഇതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ സാധാ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അതാണ് പൊടികൾ. പിന്നെ നമുക്ക് വേണ്ടത് 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് വേപ്പിൻ്റെ ഇല, പിന്നെ ഒരു തക്കാളി ഞാൻ അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 4 പച്ചമുളക് നാട്ടിൽ കീറി വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു പിടി ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 2 ചെറിയ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതിട്ടോ, അല്ലെങ്കിൽ വീട്ടിലും കുഴപ്പമൊന്നുമില്ല. ഞാനൊരു മണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു ബൗളിൽ കുറച്ച് നാളികേരം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ അയിലക്കറി വെക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ. നമ്മളിത് മീൻകറി വെക്കാനായിട്ട് ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടിക്ക് നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരണം കേട്ടോ. അപ്പം ചൂടായി വരണുള്ളൂ. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉലുവയും വേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ് കേട്ടോ. പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് കഴിയുമ്പോൾ പുളിയും ഉപ്പൊക്കെ പോരായി വരാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്ന് എല്ലാതും കൂടിയിട്ടൊന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കുറേശ്ശെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. പച്ചമുളകും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് നന്നായി ഒന്ന് വാടി വരണം. അപ്പം നമ്മളെല്ലാതും ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കണം കേട്ടോ. അപ്പം അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞ പോലെ കരിഞ്ഞ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. പച്ചമുളകും ഇഞ്ചിയൊക്കെ നമുക്ക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. അപ്പം നമ്മളെപ്പോഴും പൊടികൾ ഇട്ട് കൊടുക്കുമ്പോൾ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പം തീ നല്ലപോലെ ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ പൊടികൾ നമുക്ക് ഇട്ട് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്ന വരയ്ക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പച്ചമണമൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾ തക്കാളി അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കുടപ്പുളി വെള്ളത്തിലിട്ട് കുറച്ച് വെള്ളവും പുളി അടക്കം നമുക്കൊന്ന് ഒഴിച്ച് കൊടുക്കാം. നന്നായി എന്താ പറയുക വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത്രയാണ് ഞാൻ വെള്ളം ചേർത്തേക്കുന്നത്. നമുക്കിത് തിളയ്ക്കണ വരയ്ക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. നമുക്കിത് തിളച്ചോന്നൊക്കെ നോക്കാം കേട്ടോ. തിളച്ചിട്ടുണ്ട്. നല്ല അവിടെ ആവി വരുന്നുണ്ട്. ഇതാ വെച്ച് തിളച്ചിട്ടാൽ വളരെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ചതിലേക്ക് നമുക്ക് ഇത് മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മീനല്ലാതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമുക്കിത് മൂടി വെച്ചിട്ട് തീ സ്വല്പം മീഡിയം ലെവലിൽ നമുക്ക് തീ ഒന്ന് കൂട്ടിയിട്ട് കൊടുക്കാം. കിട്ടതിന് ശേഷം നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതിലത്തെ ഉപ്പും പുളിയൊക്കെ നമുക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. തിളച്ചത് കൊണ്ടാണ് നല്ല ഇങ്ങനെ പുക കാരണം നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പോൾ ഞാനൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിൽ പുളി ഉപ്പൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. കറിയിൽ പുളിയുണ്ട്, ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും നമ്മൾ എന്ത് കറിയിലും കല്ലുപ്പാണ് അധികം ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് തുറന്ന് വെച്ചിട്ടാണ് വേവിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു 10 മിനിറ്റോളം തുറന്ന് വെച്ചിട്ട് നമുക്ക് ചാറൊന്ന് കുറുകി വരുന്നവരേക്ക് വറ്റിച്ചെടുക്കാം. മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്.
അപ്പം ഞാൻ നേരത്തെ കാണിച്ച നാളികേരം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ. ഇത് നാളികേരപ്പാലിനാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ സ്വല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് നേരത്തെ അരച്ച് വെച്ച് നാളികേരപ്പാലൊന്ന് ഒഴിച്ച് കൊടുക്കാം. നാളികേരപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളപ്പോൾ തന്നെ സ്റ്റൗ ഓഫാക്കണം. കാരണം ഇത് നമുക്ക് എന്താ പറയുക, വെറുതെ ഒരു പദം മാത്രമേ വരാൻ പാടുള്ളൂ. അതിനൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വേണമെന്ന് വെച്ചാൽ ചെയ്താൽ മതി, ഒരു തുള്ളി വെളിച്ചെണ്ണയും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ഇതേപോലെ കറി വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം. അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ മിളക് ചാറ് പോലെ വെക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വയ്ക്കാം. നാളികേരപ്പാൽ ഒഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.